അങ്ങനെ ഒരു പൂർവ്വബന്ധവുമില്ല, അങ്ങനെ ഒരു സ്നേഹവുമില്ല. ആരോപിക്കുന്നത് കടുത്ത രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണത്തിന് മുമ്പിൽ മാധ്യമപ്രവർത്തകരും വീണുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ആർ എസ് എസുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് CPM-ന് ഇല്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇനി നാളെയുമില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം മാതൃഭൂമി TVക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഒരു ഭാഗം വളച്ചെടുത്ത് ചില രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ സംസ്ഥാനത്ത് ചിലർ ശ്രമിക്കുന്നുണ്ട്. UDF-ഉം പിന്നെ ചില പ്രതിപക്ഷ അനുകൂല മാധ്യമങ്ങളുമാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് പത്രസമ്മേളനത്തിനിടെ ഇന്ന് തിരുവനന്തപുരത്ത് AK സെൻറ്ററിലെ പത്രസമ്മേളനത്തിനിടെ ഇതിനുള്ള വ്യക്തമായ മറുപടി MV ഗോവിന്ദൻ മാസ്റ്റർ നൽകുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിച്ച ആ വിഷയം ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. മാത്രമല്ല, ശൂന്യതയെന്ന് രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാക്കിയെടുത്ത ഒരു വിവാദത്തിൽ മാധ്യമപ്രവർത്തകർ പോയി വീഴുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ ആ വാക്കുകൾ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി നമുക്കൊന്ന് കേൾക്കാം. അത് നിങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, മനസ്സിലാക്കിയില്ലേ? RSS ഞാൻ പറഞ്ഞു, അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അതിൻ്റെ ചരിത്രം ഞാൻ പൂർണ്ണമായിട്ട് വിശദീകരിച്ചു. ആരൊക്കെ ചേർന്നിട്ടാണ് ജനതാ പാർട്ടി രൂപം കൊണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ അകത്ത് സോഷ്യലിസ്റ്റുകാരുണ്ട്, ജനാധിപത്യവാദികളുണ്ട്, CFDയെ പോലെ ജഗജീവൻ റാമിൻ്റെ പ്രസ്ഥാനമുണ്ട്, സ്വതന്ത്ര പാർട്ടിയുണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്, അതുപോലെ ജനസംഘമുണ്ട്. ജനസംഘത്തിലെ ഒരു വിഭാഗമാണ് RSS. ഇവരെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ സഹകരിച്ചത്. അതാ കാര്യം. RSS ഒരു പാർട്ടിയല്ലല്ലോ. നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പറഞ്ഞ RSS നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ CPM-ന് ഒരു RSS-ഉമായിട്ട് ചേരേണ്ടത് പ്രശ്നം അന്നുമില്ല, ഇന്നുമില്ല. എന്നാൽ ഇവരെല്ലാമായിട്ട് സഹകരിക്കുന്ന നിലപാടിലേക്ക് എത്തിയ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ് ഞാൻ അടുത്ത ഫാസിസത്തിൻ്റെ ഭാഗമായിട്ട് വിശദീകരിച്ചത്. അതിൽ ചേർന്ന വിഭാഗത്തെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അത്രയേ കാര്യമുള്ളൂ. ഇല്ല, ഒരു മാറ്റമില്ല. ഇതേ പറഞ്ഞത്. RSS-ഉമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് CPM-ന് ഇല്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇനി നാളെയുമില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. അല്ല, പി സുന്ദരയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം പിന്നീട് നടന്ന പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ച് പാർട്ടി മുമ്പോട്ടേക്ക് പോയിട്ടുണ്ട്, സുന്ദരയ്യ ഉൾപ്പെടെ. അത്രയേ ഉള്ളൂ കാര്യം. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. വെറുതെ പറയുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകൾ അതിനെ വളച്ചൊടിച്ച് നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതാ പച്ച മലയാളം. അതെ, ഇത് വിവാദമാവേണ്ട ഒരു കാര്യമില്ല. എന്തിനാണ് വിവാദം? 50 കൊല്ലം മുമ്പ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പറഞ്ഞത് എന്തിനാണ് വിവാദമാകുന്നത്? വിവാദമാക്കാൻ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമമാണെന്നാണ് കാര്യം. അതാ കാര്യം. അല്ലാണ്ട് അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ജനസംഘമായിട്ടല്ല സഹകരിച്ചത്. അന്ന് RSS ഉൾപ്പെടെയുള്ള ജനസംഘം ചേർന്ന ജനതാ പാർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി വിശദീകരിക്കണോ? നിരവധി പാർട്ടികൾ, നിരവധി ധാരകൾ എല്ലാം ചേർന്നാണ് ജനതാ പാർട്ടി ഉണ്ടായത്. അതിലൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് RSS. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണ്ടേ. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്. അത് 50 കൊല്ലം മുമ്പുള്ള ചരിത്രം വ്യക്തമാക്കിയതാണ്. അതും ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യം മറുപടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് എന്താണ് വിവാദമാവേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ അർത്ഥം അതല്ലേ. 50 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം സംബന്ധിച്ചിടത്തോളം ഇപ്പം വിവാദമാവേണ്ട എന്ത് പ്രശ്നങ്ങൾ? നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും കേരളത്തിലും ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന് മറുപടി പറയാൻ കഴിയാതെ UDF-നെ സഹായിക്കാൻ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ജമാഅത്ത് ഇസ്ലാമിന് അനുകൂലമായിട്ട്. അത്രയേ ഉള്ളൂ കാര്യം. അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. ഒരു വടിയും കൊടുത്തില്ല. ഒരു കാര്യവും അതിൻ്റെ അകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോഴുമില്ല, അന്നുമില്ല, ഇനിയും ഉണ്ടാവില്ല. നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. നിരോധിച്ചുകൊണ്ടൊന്നൊരു പ്രസ്ഥാനം ഇല്ലാതാവില്ല. ആ ഒരു നിലപാടൊന്നും ഞാൻ എടുത്തില്ല. ഉണ്ട്. അല്ല, ഞാൻ അതിനെ അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നുമില്ല. കാരണം നിലപാടെന്താ പറഞ്ഞാൽ
ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു ആശയത്തെയും നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. എത്രയോ പ്രാവശ്യം നിരോധനത്തിന് വിധേയപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതായിട്ടില്ലല്ലോ. അതുതന്നെയാണ് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള, അതാ പറഞ്ഞത്, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇന്നലെയല്ല, ഇത് മിഞ്ഞാന്ന് മറ്റോ പറഞ്ഞാണ്. നിങ്ങളിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു മാത്രമേ. അല്ല, അവർ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. രാഷ്ട്രീയ മാറ്റം എങ്ങനെയാണ്, അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എല്ലാം ഒരു 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 ഒരേ ദിശയിൽ ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യുക. രാഷ്ട്രീയം പലതരത്തിൽ മാറുകയാണ് ചെയ്യുക. മാറ്റത്തിന് വിധേയപ്പെടാതെ ഒന്നും തന്നെയില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. അതിനെ പർവ്വതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള, തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്ന് മാത്രമേ അത് കാണുകയുള്ളൂ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ശരിയാണ്. ഇനി അത് അതിന് വേണ്ടി വേറെ ഉത്തരം പറഞ്ഞു. അല്ല, RSS ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നല്ലോ ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം. നിങ്ങൾക്ക് എന്താ പറയാൻ മനസ്സിലാകുന്നത്? RSSുമായിട്ട് ആരും രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കുമോ? ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പറ്റിയേ ഞാൻ പറഞ്ഞിട്ടില്ല. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് മൂവ് ഡെവലപ്പ് ചെയ്തു വന്നു, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ആ ശരി, പറ. ഈ ആറന്മുള വിമാനത്താവള പദ്ധതി വന്നിരുന്ന പ്രദേശത്ത് ഇപ്പോൾ പുതിയൊരു ഇലക്ട്രോണിക് സർവീസ് വരാനുള്ള ശ്രമം നടക്കുകയാണ്. ശിവപ്പൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റ് അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ. അതായത് അത് CPIയും CPMും എല്ലാം കൂടി ചേരുന്ന മന്ത്രിസഭ വ്യക്തമായൊരു തീരുമാനം എടുക്കട്ടെ. തീരുമാനത്തിന് ശേഷം നമുക്കൊരു നിലപാട് പറയുന്നല്ലേ നല്ലത്. ഇപ്പോൾ അതിനു മുമ്പ് പകുതി വന്ന ഒരു കാര്യത്തിന് മറുപടി പറയേണ്ട കാര്യമുണ്ടോ? അത് UDFിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ ബന്ധം അതിശക്തിയായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയായിട്ട് വന്നപ്പോൾ അതിന് പകരം അവർ ആദ്യം ഏതോ ഒരു ഹിന്ദു മഹാസഭയോ മറ്റോ ഞങ്ങളുമായിട്ട് ഐക്യമുണ്ടെന്ന് പറഞ്ഞു. അത് ക്ലച്ച് പിടിക്കാതിരുന്നപ്പോൾ ഇപ്പോൾ അവസാനം ഇതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് പുറപ്പെടുകയാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. നിലമ്പൂരിലെ ജനങ്ങൾക്ക് നന്നായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവരതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വിഭാഗങ്ങളുമായി ഒരു മഴവിൽ സഖ്യമുണ്ടാക്കിയിട്ടുള്ള UDFിനെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം മാഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു കാര്യം വന്നു എന്നതാണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നം. അതിപ്പം UDF രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ആ ഉപയോഗിക്കാനുള്ള വാട്ടി കൊടുത്തത് മാഷ് തന്നെയല്ലേ? അതിൽ ഏതെങ്കിലും ഒരു വീഴ്ച പറഞ്ഞതിൽ ഉണ്ടായിരുന്നു? അതിന് ഒരു ജാഗ്രതക്കുറവുണ്ടായില്ല. നല്ല ജാഗ്രതയിൽ ഞാൻ പറഞ്ഞു. ഒരു വോട്ടും പോകില്ല. ഒറ്റ വോട്ട് പോകില്ല മാത്രമല്ല, വോട്ട് കൂടുതൽ കിട്ടും. BJPയുടെ വോട്ട് വേണ്ട നിങ്ങൾ പരസ്യമായി പറഞ്ഞല്ലോ. ഞാൻ തന്നെ പ്രസംഗിച്ചല്ലോ. അവിടെ BJPയുടെയോ RSSന്റെയോ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ഒരു വരാൻ സാധ്യതയില്ല. ഇത് വെച്ചിട്ടൊന്നും ഒരു വോട്ടും നമുക്ക് അങ്ങനെ ഒരു പൂർവ്വബന്ധവുമില്ല, അങ്ങനെ ഒരു സ്നേഹവുമില്ല. ആരോപിക്കുന്നത് കടുത്ത രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണത്തിന് മുമ്പിൽ മാധ്യമപ്രവർത്തകരും വീണുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ശരി, മനസ്സിലാക്കും.